ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ സേഫ്റ്റി ട്രെക്ക്. ഈ ഇടയ്ക്കിടയ്ക്ക് 1-2 എപ്പിസോഡിൽ ഞാനിങ്ങനെ ഈ സേഫ്റ്റി ട്രെക്ക് എന്ന ചാനലിനെ കുറിച്ച് പറയുന്നു, ഈ സുരക്ഷിതമായി സഞ്ചരിക്കുക എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിത് നമ്മൾ ഈ ചാനൽ ഉദ്ദേശിക്കുന്നതിന് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സുരക്ഷിതമായി സഞ്ചരിക്കുക, അത് കുടുംബമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും അതിനൊരു ഗൈഡ് ലൈൻ, നമുക്ക് കിട്ടിയ അനുഭവങ്ങളൊന്നും പറയുക എന്ന് മാത്രമേ ഉള്ളൂ. ചർച്ച ചെയ്യുക, നമ്മൾ കിട്ടിയ അനുഭവങ്ങൾ ചർച്ച ചെയ്യാന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ അനുഭവങ്ങളും ചർച്ച ചെയ്യുക, നിങ്ങൾ ചർച്ച വിധേയമൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാവും. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നമുക്ക് ഈ ചർച്ചകളിൽ പങ്കെടുക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ, ഞാൻ ഈ 1-2 ഈ എപ്പിസോഡുകൾ ചെയ്യുമ്പോൾ കുറച്ച് എപ്പിസോഡേ ആയിട്ടുള്ളൂ ചാനൽ. അപ്പം കുറച്ച് എപ്പിസോഡ് ചെയ്യുമ്പോൾ 1-2 പറഞ്ഞെടുത്ത് ഇവിടെ പളനിയെക്കുറിച്ച്, അതായത് ഈ നിങ്ങൾ ഇത് മാത്രമല്ല ഡിവോഷണൽ പ്ലേസിലും ഉണ്ടല്ലോ ഇതിങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അവർ ഡിവോഷണൽ പ്ലേസുകളിൽ പോകുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവർ ഫാമിലിയായിട്ട് പോകുന്നവർ അവിടെ എന്തെങ്കിലുമൊക്കെ ഇതുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് ചർച്ച ചെയ്തിടുമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു ചർച്ച വരുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് പളനിയാണ്. നിങ്ങൾക്കറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള മുരുകൻ, അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ പളനി എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ സേഫ്റ്റി ട്രെക്ക്. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അറിയാമല്ലോ, സ്ഥലം എന്ന് പറയുന്നത് പളനിയാണ്. ഈ പളനിയെക്കുറിച്ച് പറയുമ്പോൾ ഭക്തിസാന്ദ്രമായ സ്ഥലമാണ് പളനി. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഈ വിശ്വാസികളെല്ലാം പോകേണ്ട സ്ഥലം തന്നെയാണ് പളനി. കാരണം ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലമാണ് പളനി. ഈ എന്താ പറയണ്ടേ, അവിടുത്തെ ഒരു നമ്മൾ ആ ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ഒരു ഭയങ്കര ഒരു ആത്മസംതൃപ്തിയാണത് പളനി എന്ന് പറയുന്ന സ്ഥലം. ഈ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ചിലർ പറയുന്ന ഈ പ്രതിമ, അതായത് അദ്ദേഹത്തിൻ്റെ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത് മുരുകൻ ഭഗവാന്റെ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത് 7 വിഷക്കൂട്ടുകൾ ചേർത്തിട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. അതിനെന്തോ ഒരു പേര് പറയും, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ ഭക്തികാര്യമായുള്ള കാര്യങ്ങളാണ്. അതൊക്കെ താല്പര്യമുള്ളവർക്ക് പളനിയിൽ തീർച്ചയായിട്ടും, അതായത് ഈ ഭക്തരായ ആൾക്കാർക്ക് അവിടുത്തെ ചെല്ലാം, പ്രാർത്ഥിക്കാം. അപ്പോൾ എന്തായാലും നല്ലൊരു സ്ഥലമാണ് പളനി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മളുടെ ചാനലിൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് സുരക്ഷിതത്തെക്കുറിച്ചാണ്, സേഫ്റ്റിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അറിയില്ല, സേഫ്റ്റി ട്രെക്ക് എന്ന ചാനലിൽ സേഫ്റ്റിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കുടുംബമായിട്ട് പോകുമ്പോഴും അല്ലാതെ പോകുമ്പോഴും എങ്ങനെ നമുക്ക് സുരക്ഷിതമായി അവിടെ സ്റ്റേ കാര്യങ്ങളൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ സേഫ്റ്റി ട്രെക്ക്. സോ പളനിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ പളനിയിൽ എത്താനുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഡിണ്ടിഗൽ നമ്മൾ പോകുമ്പോൾ 2 രീതിയിൽ പോകാൻ പറ്റും. ഡിണ്ടിഗലിൽ നിന്ന് സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമുക്ക് പളനിയിലോട്ട് പോകാം. അല്ലാതെ പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറയുന്നത് പളനി സ്റ്റേഷൻ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ടെന്ന് എൻ്റെ ഒരു അറിവിൽ, അങ്ങനെയാണെങ്കിൽ അങ്ങനെയും പോകാൻ കഴിയും. അപ്പം അവിടെ എത്തുന്ന കാര്യം അങ്ങനെയാണ്. രണ്ടാമത്തതാണ് സ്റ്റേ. ഈ പളനിയിലെ സ്റ്റേ വലിയൊരു വിഷയമാണ്. അതായത് നിങ്ങൾ ഡിണ്ടിഗലിൽ അല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും നിങ്ങൾ ഇറങ്ങി നിങ്ങൾ പളനിയിൽ നിങ്ങൾ വണ്ടിയിലോ കാറിലോ ചെന്ന് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഒരുപാട് പേര് നിങ്ങൾ അപ്രോച്ച് ചെയ്യും. അവിടെ താമസിക്കാൻ നല്ല സ്റ്റേ കിട്ടും, AC ആണ്, ഇതാണ്, ഭയങ്കര ഇതാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, അത് ഫാമിലി ആണെങ്കിലും എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല. ഫാമിലി ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഹോട്ടൽ റൂം എടുത്തൊന്നും കുഴപ്പമില്ല. പക്ഷേ എങ്കിലും കുറച്ചുകൂടി നല്ല ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് പളനി ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലമുണ്ട് പളനി. അത് സീസൺ ടൈം അല്ല എങ്കിൽ അവിടെ കുറച്ച് സേഫ്, അത് നല്ല വളരെയധികം ഭംഗിയുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ്. ഞാനത് കുറച്ച് പിക്ചേഴ്സിൻ്റെ ഇട്ടേക്കാം. കാരണം പൂർണ്ണമായി നമുക്കത് കാണിക്കാൻ പറ്റില്ല, പളനിയെ കാണിക്കാൻ പറ്റത്തില്ല, അറിയാലോ. അപ്പം അങ്ങനെയാണ് പളനിയുടെ കാര്യങ്ങൾ ഉള്ളത്. കാരണം ഈ പറയുന്ന സ്ഥലത്ത്, ഇത് ഈ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള റൂമുകളിൽ താമസിക്കാൻ ശ്രമിക്കുക. കാരണം നല്ല റൂമുകളാണ്, പക്ഷേ വളരെയധികം കാശും കുറവാണ് കേട്ടോ. ആ റൂം എടുക്കുമ്പോൾ കാശും കുറവാണ്, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ചിലർക്ക് തല മുട്ടയടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പളനി ചെല്ലുമ്പോൾ ചിലർക്ക് പല മുട്ടയടിക്കണം. അതും ഈ പറയുന്ന ദേവസ്വത്തിൻ്റെ അവിടെ ഹോട്ടലല്ല, അത് ഒരു വലിയൊരു ഏരിയയാണ്. ഹോട്ടലായിട്ടാണോ അതെങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ മുട്ടയടിക്കുന്ന കാര്യം വന്നാലും നമുക്ക് അവിടെ തന്നെയുള്ള ഓപ്ഷനുണ്ട്, നമുക്ക് അവിടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാര്യം പളനിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ കാര്യം. അപ്പോൾ ഇനി അടുത്തത് പളനി ദർശനത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പളനി ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ ഉള്ള കാര്യം എന്ന് പറയുന്നത് 3 രീതിയിൽ നമുക്ക് പളനി ദർശനം എടുക്കാം. 3 രീതിയിൽ
നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പളനിയുടെ ദേവസ്വത്തിൽ അവിടെ റൂമിൽ സ്റ്റേ ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ സ്റ്റേ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ നേരെ ചെന്ന് കുളിച്ച് വൃത്തി എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ പളനി ദർശനം എടുക്കാൻ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ 3 രീതിയിൽ പോകും. ഒന്ന് പടിക്കെട്ടി കയറി പോകാം. ഏകദേശം ഒരു 1100-1200 പടിക്കെട്ടുണ്ട്, അത് കയറി പോകാം, ഒന്നുകിൽ ഓപ്ഷനുണ്ട്. രണ്ടാമത്തത് റോപ്പ് കാറെന്നൊരു സംഭവമുണ്ട്. റോപ്പ് കാറെന്നൊരു ട്രെയിന് പോലെ ഇരിക്കുന്ന സാധനമുണ്ട്. അതായത് ട്രെയിന് പോലെ ഇരിക്കും, പക്ഷേ അതിനകത്തിരുന്ന് സീറ്റാണ്. അപ്പോൾ റോപ്പ് വിട്ട് വലിക്കും വരും. ഇരുമ്പ് റോപ്പാണ്, അത് വലിച്ച് നമുക്ക് മുകളിലെത്താൻ കഴിയും. പക്ഷേ ഫാമിലിയായിട്ട് പോകുമ്പോൾ ഞാനത് സജസ്റ്റ് ചെയ്യില്ല, കാരണം കുറച്ച് കൺജസ്റ്റഡ് ആണ് സംഭവം, അതുകൊണ്ട് അത് സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെയുള്ള ഹാങ്ങിങ് ചെയറുണ്ട്. ഹാങ്ങിങ് ചെയർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഹാങ്ങിങ് റോപ്പ് ചെയർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് ഇങ്ങനെ തൂക്കി ഒരു കൂട് പോലെ ഇങ്ങനെ തൂക്കിയിട്ട് നമ്മളതിൻ്റെ 4 പേർക്ക് ഇരിക്കാൻ കഴിയും. അത് നമ്മൾ ഈ സാധനം വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടത്, അത് പളനിയിലുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുക. അത് കുറച്ച് നല്ലത് അതാണെന്ന് തോന്നുന്നു. അതിൽ കയറുക, നേരെ ടിക്കറ്റ് എടുക്കാതെ പോകും, നേരെ ചെന്ന് പളനിയിൽ ദർശനം എടുക്കാം. അങ്ങനെ 3 രീതിയിൽ ദർശനം എടുക്കാൻ പറ്റും. ഇതിൽ ഞാൻ ഫാമിലിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഹാങ്ങിങ് റോപ്പ് ഹാങ്ങിങ് ഇതെന്നേ പറയത്തുള്ളൂ. മറ്റത് ഈ നേരത്തെ റോപ്പ് കാർ എന്ന് പറഞ്ഞ സാധനം കൊള്ളാം, പക്ഷേ അത് കൺജസ്റ്റഡാണ്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ടാമത്തെ കാര്യം. പിന്നെ ഇനി പളനിയെക്കുറിച്ച് പറയാനുള്ളത് കാര്യം എന്ന് പറയുന്നത് ഫുഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എപ്പോഴും പറയുമ്പോൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ നമ്മളെപ്പോഴും ഫുഡിനെ കുറിച്ച് കൺസേൺ ഉണ്ടാകും. കാരണം അറിയാമല്ലോ, ഫാമിലിയായിട്ട് പോകുമ്പോൾ നമ്മൾ ഫുഡ് എല്ലാവർക്കും അവിടെ വെജിറ്റേറിയൻ ഹോട്ടൽസ്, നല്ല വെജിറ്റേറിയൻ ഹോട്ടൽസ് ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നാണ് മാക്സിമം വെജിറ്റേറിയൻ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. 3-4 കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മളൊന്ന് സ്റ്റേയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. പളനി ദേവസ്വത്തിൻ്റെ കീഴിലുള്ള സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ ശ്രമിക്കണം. അതാണ് കുറച്ചുകൂടെ നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്നത്. അതാണ്. മറ്റതും കൊള്ളൂലെന്നല്ല പറയുന്നത്, പക്ഷെ നല്ല പ്രൈസുമാണ്. നമുക്ക് എല്ലാം കിട്ടുമായിരിക്കും, പക്ഷേ എങ്കിലും നല്ല ക്യാഷ് എമൗണ്ട് നല്ലതാവും. പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, പിന്നൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ പളനി എത്താനുള്ള ഓപ്ഷനാണ്. പളനിയിൽ ഭഗവാന് ദർശനം നടത്താനുള്ള കാര്യമാണ്. അതങ്ങനെയെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ 3 വഴിയുണ്ട്. ഒന്ന് റോപ്പ് കാർ എന്നൊരു സംഭവമുണ്ട്, പിന്നൊന്ന് ഹാങ്ങിങ് റോപ്പ് കാർ എന്നൊരു സംഭവമുണ്ട്, പിന്നൊന്ന് നടന്നു പോകാനുള്ള വഴി, സ്റ്റെപ്പ് കയറിപ്പോൾ. അപ്പോൾ ആദ്യത്തത് ഞാൻ നേരത്തെ പറഞ്ഞു, റെക്കമെൻഡ് ചെയ്യില്ല ഫാമിലിക്ക്. അതൊരു നമ്മുടെ ട്രെയിൻ പോലെ ഇരിക്കും, അത് പക്ഷേ കൺജസ്റ്റഡാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതിനകത്ത് പോകാൻ ഭയങ്കര പാടാണ്. പക്ഷേ നമ്മൾ നോർമൽ ഒരാൾ പോകുമ്പോൾ കുഴപ്പമില്ല, ഒറ്റയ്ക്കൊക്കെ പോകുക, അല്ലെങ്കിൽ പൈമരറ്റൊക്കെ പോകുകയാണെങ്കിൽ ഒരു വിഷയമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ലേഡീസായിട്ടൊക്കെ നിങ്ങൾ ടൂർ പോകുകയാണെങ്കിൽ അതൊക്കെ ഓക്കെയാണ്. അതിനെ കുറച്ച് പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും മറ്റേ ഹാങ്ങിങ് റോപ്പ് ഇതിലൂടെ പോകുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ ചർച്ച ചെയ്തൊരു വിഷയം എന്ന് പറയുന്നത്, ഞാൻ ഫുഡിനെ കുറിച്ച് പറഞ്ഞു. വെജിറ്റേറിയൻ ഫുഡാണ് നല്ലത്, പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം ഭഗവാനെ പോയി കാണുക, പറ്റുന്നവർ ആഗ്രഹിക്കുന്നവർ പോയി കാണുക. ഇത്രയും കാര്യങ്ങൾ സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പളനി പോകുമ്പോൾ. അപ്പോൾ നല്ലൊരു ഹാപ്പി ജേണി ഞാൻ വിഷ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സേഫ്റ്റി ട്രെക്ക്. അപ്പോൾ സുരക്ഷിതമായി സഞ്ചരിക്കുക. ഇത് മറ്റുള്ളവർക്കും സുരക്ഷിതമായി സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ നന്ദി, നമസ്കാരം, താങ്ക് യു.